ഇന്ന് മീര ജാസ്മിന്റെ ഭർത്താവ് അന്ന് നാനയിൽ കവർ ഫോട്ടോ വരാൻ ആഗ്രഹിച്ചു. സന്തോഷം പങ്കുവെച്ച് അശ്വിൻ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഒരു കാലത്ത് മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരിയായ നടിയായിരുന്നു മീര ജാസ്മിൻ. ഇടയ്ക്ക് സിനിമയിൽ നിന്നും വലിയൊരു ഇടവേള എടുത്തുപോയ മീര അഭിനയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. കൈനിറയെ സിനിമകളുമായി തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നടി ഇപ്പോഴും. ഇതിനിടയിൽ മീര നായികയായി അഭിനയിക്കുന്ന പുത്തൻ ചിത്രമാണ് പാലും പഴവും. VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നടൻ അശ്വിൻ ജോസാണ് നായകനായിട്ടെത്തുന്നത്. സിനിമയുടെ ട്രെയിലറും ഒക്കെ പുറത്തു വന്നതിൽ നിന്നും രസകരമായ വിവരങ്ങളാണ് പ്രേക്ഷകർക്ക് മനസ്സിലായത്. മീര ജാസ്മിന്റെ കഥാപാത്രത്തെ വിവാഹം കഴിക്കുന്നതടക്കം അശ്വിന്റെ കഥാപാത്രം വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ്. ഇതിനിടെ നടൻ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച പുതിയൊരു ഫോട്ടോയും അതിന് നൽകിയ ക്യാപ്ഷനും ശ്രദ്ധേയമാവുകയാണ്. സിനിമയിൽ മീര ജാസ്മിനെ വിവാഹം കഴിച്ചതിനു ശേഷം മാലയിട്ട് നിൽക്കുന്ന ചിത്രമാണ് താരം പങ്കുവച്ചത്. ഈ ഫോട്ടോ നാന എന്ന സിനിമാ മാസികയുടെ കവർ ഫോട്ടോയായി അച്ചടിച്ചു വന്നിരുന്നു. ചെറുപ്പത്തിൽ നാനയുടെ കവർ ഫോട്ടോ കണ്ടപ്പോൾ അങ്ങനെയൊന്നിൽ തന്റെ ഫോട്ടോ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതായിട്ടും പിന്നീട് അതുതന്നെ സംഭവിച്ചതിന്റെ സന്തോഷം പറഞ്ഞുമാണ് അശ്വിൻ എത്തിയിരിക്കുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: താങ്ക് ഗോഡ്. പണ്ട് മുടി വെട്ടാൻ പോകുമ്പോൾ നാനയുടെ കവർ ഫോട്ടോ നോക്കി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ മുഖവും ഒരിക്കൽ വരാൻ. അപ്പോൾ മറക്കണ്ട, ഈ വരുന്ന ഓഗസ്റ്റ് 23-ന് നമ്മുടെ പടം ഇറങ്ങും എന്നുമാണ് അശ്വിൻ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്. ഇതിന് താഴെ നടന് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത്. ക്വീൻ എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയ നടനാണ് അശ്വിൻ ജോസ്. ആദ്യ സിനിമയിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ പിന്നീട് താരം സിനിമയിൽ സജീവമാകുകയായിരുന്നു. കുറഞ്ഞ കാലം കൊണ്ട് മലയാളത്തിൽ ചെറുതും വലുതുമായി നിരവധി സിനിമകളിലും താരം അഭിനയിച്ചിരുന്നു. എന്നാൽ പാലും പഴവും എന്ന സിനിമയിലേക്ക് വലിയൊരു അവസരമാണ് അശ്വിനെ തേടിയെത്തിയത്. 2018-ൽ അഭിനയിച്ചു തുടങ്ങിയ താരം വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് മലയാള സിനിമയിൽ തന്റേതായൊരു സ്ഥാനം നേടിയെടുക്കുന്നത്. സഹനടനായിട്ടാണ് ആദ്യം അഭിനയിച്ചതെങ്കിലും കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ അനുരാഗം എന്ന ചിത്രത്തിലൂടെ നായകനായിട്ടും അഭിനയിച്ചിരുന്നു. മാത്രമല്ല ആ സിനിമയുടെ കഥ എഴുതിയതും അശ്വിനായിരുന്നു.